വീണ്ടും വന്യമൃഗങ്ങളാണ്. മസായിമാരയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിന്റെ ബാക്കി കാഴ്ചകൾ. പുള്ളിപ്പുലിയൊക്കെ കണ്ടങ്ങ് കൊതി മാറണം. പിന്നെ ആനകളും സിംഹവും ഹണ്ടിങ്ങും, അതും ഹണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിപ്പുലിയും ചീറ്റപ്പുലിയും സിംഹവും ഒക്കെ ഹണ്ടിങ് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഗ്രേറ്റ് മൈഗ്രേഷന്റെ ഭാഗമായിട്ടുള്ള റിവർ ക്രോസിങ്ങും ഒക്കെ ഈ എപ്പിസോഡിലും ഉണ്ട്. അപ്പോൾ വെൽക്കം ടു പിക്കോളിൻസ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് മസായിമാരെ പോയി വരാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞ് സ്റ്റേയിലെത്തി. ഡീസൻ്റ് ആയിട്ടുള്ള വലിയ ടെൻറ്റുകളിലാണ് നമ്മുടെ സ്റ്റേ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പുഴയുടെ അപ്പുറത്ത് മസായിമാര നാഷണൽ പാർക്കാണ്. ഇത് തലക് റിവറാണ്. ഇവിടെ മുതലയും ഹിപ്പോയും ഒക്കെ ഉണ്ടാവും. പിന്നെ അപ്പുറത്ത് മസായിമാരയിൽ ഒരുപാട് അനിമൽസിനെയും കാണാൻ സാധ്യതയുണ്ട് ഇവിടെ ഇരുന്നാൽ തന്നെ. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ആയുധങ്ങളൊക്കെ ആയിട്ട് സഫാരിക്ക് ഇറങ്ങുകയാണ്. ഇരുട്ടാണ്, സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതേ കണ്ടോ, ഒരു ലെപ്പേർഡ് മരത്തിലേക്ക് കയറുന്നതാണ് സഫാരി തുടങ്ങുമ്പോൾ തന്നെയുള്ള കാഴ്ച. ഇന്നലെ വൈകുന്നേരം ആ ലെപ്പേർഡ് ഒരു മാനിനെ കൊന്ന് മരത്തിൽ വെച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ ഗൈഡ് ആദ്യം നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. വേറെ വണ്ടികളൊന്നും ഈ ഏരിയയിലേ ഇല്ല. നമ്മളാണെങ്കിൽ ഒന്ന് വെളിച്ചം വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉള്ള ചെറിയ വെളിച്ചത്തിൽ ആ ലെപ്പേർഡ് മരത്തിലൂടെ നടക്കുന്നത് കാണാം. അവിടെ കാത്തിരുന്നപ്പോഴാണ് പുല്ലിന്റെ ഇടയിൽ ഒരു സെർവൽ കാറ്റ് എന്ന പുലിപ്പൂച്ച. ചെറിയ പ്രാണികളെയും പുൽച്ചാടികളെയും മോന്തിനെയൊക്കെ പിടിച്ച് തിന്നാറുള്ള സെർവൽ കാറ്റ് ഫുൾ ടൈം ഇങ്ങനെ ശ്രദ്ധയോടെ പരിസരം മൊത്തം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാണ് നടക്കുക. ഈ പുല്ലിന്റെ കളറുമായിട്ട് മാച്ച് ആയതുകൊണ്ട് ഇവരെ കണ്ടുപിടിക്കലും അത്ര എളുപ്പമല്ല. ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി, അപ്പോൾ തിരിഞ്ഞു നോക്കും. ഇവനിങ്ങനെ ഈ പുല്ലിന്റെ ഇടയിലൂടെ പതുങ്ങി നടക്കുന്ന കാരണം ഫോട്ടോസ് എടുക്കാനും സിമ്പിളല്ല. നമ്മുടെ ഇന്ത്യയിൽ ഇല്ല കേട്ടോ ഈ സെർവൽ കാറ്റ്, ആഫ്രിക്കൻ കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവൻ നമുക്കൊരു പുതിയ കാഴ്ചയാണ്. താഴ്ന്നു പറക്കുന്ന പക്ഷികളെയൊക്കെ നിലത്തുനിന്ന് ചാടി പിടിക്കുന്ന കാര്യത്തിലും ഇവൻ കേമനാ. ഈ ചെറിയ പുള്ളിക്കാരനെ മാത്രം നോക്കിയിരുന്നാൽ പോരല്ലോ, ഒറിജിനൽ പുള്ളിക്കാരൻ അവിടെ മാനിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ ലെപ്പേർഡാണിത്. ലുലൂക്ക എന്നാണ് ഈ ലെപ്പേർഡിന്റെ പേര്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പുള്ളിപ്പുലിയാണ് ഈ ലുലൂക്ക. ബ്രേക്ക്ഫാസ്റ്റിന് ലുലൂക്കയ്ക്ക് നോൺ വെജ് തന്നെയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിച്ച് പുള്ളിപ്പുലി താഴേക്ക് ഇറങ്ങുക. നമ്മുടെ സഫാരി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ റെയർ സൈറ്റിംഗ് ആയിട്ടുള്ള പുള്ളിപ്പുലി മരത്തിലിരുന്ന് കഴിച്ച് അവിടുന്ന് ഇറങ്ങുന്നത് തന്നെ കാണാൻ പറ്റിയതൊരു ലക്കാണ്. നമ്മുടെ കാടുകളിൽ പുള്ളിപ്പുലി റെയർ ആയതുപോലെ തന്നെ ഇവിടെയും അത്ര കോമൺ ആയിട്ട് ഇവരെ കാണാൻ പറ്റാറില്ല. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവിടെ എന്തോ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ ലുലൂക്കയ്ക്ക് ഒരു മോനുണ്ട്, ഒലോമുനിയാക്ക് എന്നാണ് പേര്. ദേ വരുന്നു പുള്ളിക്കാരൻ. അമ്മ ഈ മോനെ നോക്കിയാണ് അവിടെ നിൽക്കുന്നത്. മോന്റെ വയറ് കണ്ടോ? സോ അമ്മയും മോനും കൂടെ രാത്രി ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഓഗസ്റ്റിലാണ്. അന്ന് അമ്മയും മോനും ഒക്കെ ഒപ്പമായിരുന്നു. സാധാരണ ഒരു 1.5 മാക്സിമം 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ മക്കള് അമ്മയുടെയും സെപ്പറേറ്റഡ് ആവും. ഇത്രയും അടുത്ത് വന്നൊരു പുള്ളിപ്പുലിയെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ പുലിയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മസായിമാര വന്നപ്പോൾ ഈ ലുലൂക്ക എന്ന ലെപ്പേർഡിന് 2 കുട്ടികളുണ്ടായിരുന്നു. അന്ന് എടുത്ത ആ ഒരു വിഷ്വൽ കാണിക്കാം. ഈ ചാടി മറിഞ്ഞ് കളിക്കുന്ന 2 കുട്ടികളിൽ ഒരാളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ 2 പേരിൽ ഒരാളെ ഹൈന പിടിച്ച് കൊന്നു, ഒരാൾക്ക് മാത്രമാണ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ലുലൂക്കയും 2 മക്കളും കൂടെ നടക്കുന്ന അന്ന് ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണിത്. ഇങ്ങനെയുള്ള പുൽമേട്ടിലൂടെയൊക്കെ കുട്ടികളെ കൊണ്ട് നടക്കുന്നത് ഇവർക്ക് റിസ്ക്കാണ്. പെട്ടെന്ന് അമ്മ പേടിച്ചു പോയോ എന്നൊരു ഡൗട്ട്. മകനാണ് അപ്പുറത്ത് ഒളിച്ചിരുന്ന് പേടിപ്പിച്ചത്. ഇപ്പോൾ മകൻ അമ്മയെക്കാളും സൈസായി. അന്ന് ചെറിയ കുട്ടിയായിട്ട് ഓടി നടന്ന കുട്ടിയെ 1 വർഷം കൊണ്ട് ഇത്രയും വലുതായി. പൊതുവെ മെയിൽ ലെപ്പേർഡ് ഫീമെയിലിനേക്കാൾ വലുപ്പം ഉണ്ടാവും. ഒരു 1.5 വയസ്സ് വരെ മക്കളെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് അമ്മയ്ക്കുള്ളൂ. അത് കഴിഞ്ഞാൽ മക്കളൊക്കെ സ്വന്തം കാര്യം നോക്കി പോകണം. ആ ഒരു 1.5 വയസ്സിനുള്ളിൽ അവരെ വേട്ടയാടാനും സ്വയരക്ഷയും ഒക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് പിരിഞ്ഞാൽ പിന്നെ അമ്മയും മകനും കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ല. അല്ല, അങ്ങനെ കാണാനുള്ള സാഹചര്യം
ഉണ്ടാവില്ല, കാരണം അമ്മയ്ക്കും മോനും വേറെ വേറെ ഏരിയയിലായിരിക്കും സ്വന്തം ടെറിട്ടറി ഉണ്ടാവുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലുമാണ്. പക്ഷെ സെപ്റ്റംബർ ആയതോടുകൂടി ഇവർ പിരിഞ്ഞു. ഒലോമിനിയാക്ക് ഈ അമ്മയുടെ ഏരിയയിൽ നിന്ന് മാറി വേറെ ടെറിട്ടറി ഉണ്ടാക്കി. ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഈ മകനെ കണ്ടുപിടിക്കാൻ ഒട്ടും എളുപ്പമായിരിക്കില്ല. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഏതാന്ന് ചോദിക്കുന്നവരോട്, ഈ മസായിമാര ട്രിപ്പിൽ നിക്കോൺ C9 400mm 2.0 ലെൻസും ആയിരുന്നു ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ നിക്കോൺ C6 180-600 ലെൻസും ഒക്കെ ഉണ്ട്. ബാക്കി ക്യാമറ ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരെ അവിടെ വിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളും അന്വേഷിച്ച് പോവാം. നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്നത് പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലത്ത് കൂടിയാണ്. ഇവിടെ സിംഹങ്ങളുടെ ഒരു പ്രൈഡ് ഉണ്ട്. ബ്ലാക്ക് റോക്ക് പ്രൈഡ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം. അവരെ കാണാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഈ വഴി വന്നത്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഈ മസായിമാരയിലെ ഒലോഷിപ്പ എന്ന ലയണൊക്കെ ജനിച്ചത് ഇവിടെയാണ്. ബ്ലാക്ക് റോക്ക് കൊയിലേഷൻ എന്ന 5 സിംഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ മസായിമാരയിൽ. ഇപ്പോൾ അവർ കൊല്ലപ്പെട്ടു. അവരുടെ ഏരിയ ആയിരുന്നു ഇത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിലെ ഒലോഷിപ്പയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ. ആ ബ്ലാക്ക് റോക്ക് പ്രൈഡിലെ സിംഹങ്ങളെ അന്വേഷിച്ച് ആ ഏരിയ കൂടെ ഒക്കെ കുറച്ച് നടന്നെങ്കിലും കിട്ടിയില്ല. ഒരു ഒട്ടകപ്പക്ഷിയെ കണ്ടു. പറക്കാൻ കഴിവില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായിട്ടുള്ള ഒട്ടകപ്പക്ഷി. ഇവൻ ഒറ്റയ്ക്കല്ല, അപ്പുറത്തൊരു ഫീമെയിലും ഉണ്ട്. ഗ്രേ കളറാണ് പെണ്ണിന്, ബ്ലാക്ക് ആണിനും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടകപ്പക്ഷി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാനാണത്ര മെയിൽ ഓസ്ട്രിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ഇത് കണ്ടാൽ ഫീമെയിൽ അടുത്തേക്ക് വരും. ഒരു 130 കിലോയോളം ഭാരമുള്ള ഈ ഒട്ടകപ്പക്ഷി ഓട്ടത്തിന്റെ കാര്യത്തിൽ കേമനാണുണ്ടാവും. 70 km/h സ്പീഡിൽ, അതായത് ഒരു പുള്ളിപ്പുലിയുടെ സ്പീഡിലൊക്കെ ഓടാൻ ഈ ഒട്ടകപ്പക്ഷിക്ക് പറ്റും. ഏകദേശം 75 വർഷമൊക്കെയാണ് ഇവരുടെ ആയുസ്. ഇവര് ഇണ ചേർന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 35-40 ദിവസം മെയിലും ഫീമെയിലും മാറി മാറി അടയിരുന്നിട്ടാണ് അത് വിരിയിക്കുക. അതുപോലെ കുട്ടികളെ വളർത്തുന്നതും ഇവർ രണ്ടും ഒരുമിച്ചായിരിക്കും. ചിലപ്പോൾ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്കും ഒക്കെ ഒട്ടകപ്പക്ഷികൾ ജീവിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ആണുങ്ങൾ ഒരു 15 സ്ക്വയർ കിലോമീറ്ററോളം ദൂരം സ്വന്തം ടെറിട്ടറി ആക്കി വെച്ച് അവിടെ വേറെ മെയിൽ ഓസ്ട്രിച്ച് വരാൻ സമ്മതിക്കാതെ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുതിരയായിട്ടുള്ള സീബ്ര. ഇവരുടെ ഈ പാറ്റേൺ നല്ല ഭംഗിയാണല്ലേ. ഇത് ഹാർട്ട് ബീസ്റ്റ് എന്ന ആൻറ്റലോപ്പാണ്. ഇവിടെ കോമൺ ആയിട്ട് കാണാറുള്ള ടോപ്പി ആയിട്ട് ചെറിയൊരു സാമ്യമുണ്ട് ഇവർക്ക്. ഈ ഹാർട്ട് ബീസ്റ്റ് എണ്ണത്തിൽ വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ. ഒരു ആനക്കൂട്ടം നടന്നു വരുന്നു. വളരെ സൗമ്യമായിട്ട് സാവധാനം പുല്ലും തിന്ന് നടന്നു വരുവാണ് ഇവർ. കുട്ടിയും മുതിർന്നവരൊക്കെ ആയിട്ട് ഒരു 10-15 എണ്ണത്തിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. ഇനി ഈ മസായിമാരെ കുറിച്ച് പലർക്കും ഉള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്ന്, ഇവിടെ സൂ പോലെ ഒരുപാട് അനിമൽസിനെ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണോ എന്നുള്ളത്. അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന വഴിക്ക് സഫാരിയിൽ ഒരു സിംഹത്തെ കണ്ടാൽ പിന്നെ ഒരു 3-4 മണിക്കൂർ പല വഴിയൊക്കെ കറങ്ങിയാലാണ് വേറൊരു സിംഹത്തെയോ പുലിയൊക്കെ ഒന്ന് കാണാൻ പറ്റുക. ഇടയ്ക്ക് കുറച്ച് മാനുകളും സീബ്രയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാവും എന്നല്ലാതെ പ്രധാനപ്പെട്ട അനിമൽസിനെയൊക്കെ അത്ര എളുപ്പത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അനിമൽസിനെയൊക്കെ മൂവ്മെന്റ് മനസ്സിലാക്കി ഇന്ന് വൈകുന്നേരം ഈ ഏരിയയിൽ കണ്ടാൽ നാളെ മിക്കവാറും അത് എവിടെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്ത് പോകാൻ അറിയാവുന്ന ഗൈഡാണ് കൂടെ ഉള്ളതെങ്കിൽ അനിമൽസിന്റെ സൈറ്റിംഗ് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഒരു സംശയം, ഇവിടെ വന്നാൽ എപ്പോഴും ഇങ്ങനെ ഹണ്ടിങ് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. കാരണം 20% ലയൺസ് ഹണ്ട് ചെയ്യുമ്പോഴുള്ള സക്സസ് റേറ്റ്. 10 പ്രാവശ്യം ശ്രമിച്ചാൽ അതിൽ 2 പ്രാവശ്യം സക്സസ് ആവാറുള്ളൂ. പിന്നെ ഒന്നിനെ കിട്ടിയാൽ അത് തിന്നു കഴിഞ്ഞ് പിന്നെയും വിശക്കണമല്ലോ അടുത്തത് ഹണ്ട് ചെയ്യാൻ. സോ വേട്ടയാടലൊന്നും ഇവിടെ അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സംഗതിയല്ല. പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഫുൾ ടൈം സ്കാൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാലാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതേ ഒരു ചീറ്റ ഉണ്ട് അവിടെ. ഒരു മരത്തിന്റെ ചുവട്ടിൽ ടെറിട്ടറി മാർക്ക് ചെയ്യാണ് പുള്ളിക്കാരൻ.
ഈ ചീറ്റപ്പുലിയുടെ വയറ് നന്നായിട്ട് ചൊട്ടിയാണ് കിടക്കുന്നത്. സോ ഹണ്ടിങ്ങിന് ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. കാരണം വീൽ ബീസ്റ്റും മാനുകളും ഒക്കെ ഒരുപാടുള്ള ഏരിയയിലാണ് ഈ ചീറ്റപ്പുലി നിൽക്കുന്നത്. ഇവർക്ക് നല്ല ദൂരക്കാഴ്ചയുള്ളവരായതുകൊണ്ട് ഇരകളെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടില്ല. ഹണ്ടിങ്ങിന് പോവാന്ന് തോന്നുന്നു ആശാൻ. ഇവിടെ അങ്ങനെ എല്ലാ സിംഹങ്ങൾക്കും ചീറ്റയ്ക്കും ഒന്നും പേരില്ല കേട്ടോ. സ്ഥിരം കാണുന്ന പുലിക്കും ചീറ്റയ്ക്കും സിംഹത്തിനും ഒക്കെ മാത്രമാണ് പേരിടാറുള്ളൂ. അതും പൊതുവെ മെയിൽ ലൈനൊക്കെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഇവർ പേരൊക്കെ ഇട്ട് പറയാറുള്ളത്. പിന്നെ റെയർ ആയിട്ട് കാണുന്ന പുള്ളിപ്പുലിക്കും പേരിടാറുണ്ട്. ഈ ഒരു ചീറ്റപ്പുലി അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ആളല്ലാത്തതുകൊണ്ട് തന്നെ ഇവന് പേരില്ല. ആളിങ്ങനെ നടക്കുന്നത് ഇരയെ തെരഞ്ഞാണെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അങ്ങനെ പുള്ളി നടന്നു വന്ന് ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ കയറി. ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്നാൽ കുറച്ചും കൂടെ നന്നായിട്ട് കാണാലോ. ഇവിടെ അങ്ങനെ വലിയ വീൽ ബീസ്റ്റിന്റെ കൂട്ടമൊന്നുമില്ല. കുറച്ചെണ്ണം അപ്പുറത്തൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് മാത്രം. സോ അവരെ ലക്ഷ്യം വെച്ച് നമ്മുടെ ചീറ്റപ്പുലി നടക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ദൂരെയായിരുന്നു കേട്ടോ കുതിരമാനൊക്കെ ഉണ്ടായിരുന്നത്. സോ ആ വീൽ ബീസ്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടു. ഈ ചീറ്റ ഇങ്ങനെ വരുന്നത് അറിയാതെ വീൽ ബീസ്റ്റൊക്കെ വരി വരിയായി നടന്നു പോവാ. നമ്മളവിടെ ഇങ്ങനെ കാത്തു നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചീറ്റ അപ്രത്യക്ഷനായി. ആ പുല്ലിന്റെ ഇടയിൽ താന്നിരിക്കുകയാണ് കക്ഷി. ഒരു വരിയിൽ എത്ര വീൽ ബീസ്റ്റ് പോകുന്നുണ്ട്, ബാക്കി എത്ര എണ്ണം ഉണ്ട്, ആ കൂട്ടത്തിൽ ചെറിയ കുട്ടിയുണ്ടോ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് നോക്കുന്നതെന്ന് തോന്നുന്നു. പൊങ്ങി വന്നു. എന്നിട്ട് പതുക്കെ വീൽ ബീസ്റ്റിന്റെ അടുത്തേക്ക് നടന്നു വരിക. പക്ഷെ അപ്പോഴേക്കും ആ വരി തീർന്ന് അവര് പോയി. അപ്പോൾ അവരുടെ പുറകെ പോയി പിടിക്കാനാണ് പ്ലാൻ എന്നാണ് തോന്നുന്നത്. ആ വീൽ ബീസ്റ്റിന് ഇതുവരെ ഒരു സൂചനയൊന്നും കിട്ടിയിട്ടില്ല. അവരോടാതെ അവിടെ തന്നെ നിൽക്കുക. കണ്ടോ, ഇപ്പൊ ഈ ചീറ്റപ്പുലിയെ ശ്രദ്ധിച്ചോ? ഇതിന്റെ നടത്തത്തിന്റെ സ്റ്റൈല് മാറി. ഇനി പതുങ്ങി സ്പീഡ് കൂട്ടി വീൽ ബീസ്റ്റിന്റെ അടുത്തെത്തി അറ്റാക്ക് ചെയ്യുന്നതുവരെ ഫുൾ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇവർക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിലും ഒരു വീൽ ബീസ്റ്റിനെയൊക്കെ വീഴ്ത്താനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ചീറ്റപ്പുലി ഓടി വരുന്നത് കണ്ടതോടെ എല്ലാവരും കൂടെ ഓടാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഇടയിൽ നിന്ന് അധികം പ്രായമല്ലാത്തൊരു കുട്ടിയെ ആശാൻ തട്ടി. നമ്മൾ ഉടനെ തന്നെ വണ്ടി എടുത്ത് അതിന്റെ അടുത്തെത്തി. വീൽ ബീസ്റ്റ് ഇപ്പോഴും കിടന്ന് പെടയുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടിയാണ് പിടിച്ചേക്കുന്നത്. ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ വലിച്ചു കൊണ്ടുപോയി സേഫായി തണലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് 1 മണിക്കൂറൊക്കെ അവിടെ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങുള്ളൂ. കാറ്റ് ഫാമിലിയിലുള്ള മറ്റ് ജീവികളെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ശ്വാസകോശവും ഹൃദയമൊക്കെ ആയതുകൊണ്ട് തന്നെ ചീറ്റപ്പുലിക്ക് അധിക സമയം ഓടാനും പറ്റില്ല. പെട്ടെന്ന് ശ്വാസം മുട്ടും. അതുപോലെ കുറച്ച് ദൂരം ഓടി ഇരയെ പിടിച്ചു കഴിഞ്ഞാലും ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്ത് ശ്വാസമൊക്കെ ഒന്ന് റെഡിയാക്കാതെ പിന്നെ കഴിക്കാനും പറ്റില്ല. ഇപ്പോൾ ആ ഇരയെ ഒരു കുറ്റിച്ചെടിയുടെ അടുത്ത് വലിച്ചു കൊണ്ടുവന്ന് ഒരു തണലത്ത് വെച്ച് റെസ്റ്റ് എടുക്കുകയാണ് കക്ഷി. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ അതേ കിടപ്പ് അങ്ങനെ കിടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് ഇതാണ് ലൈലാക് ബ്രസ്റ്റഡ് റോളർ. കെനിയയുടെ ദേശീയ പക്ഷിയാണിത്. നമ്മുടെ നാട്ടിലെ പനങ്കാക്ക എന്ന ഇന്ത്യൻ റോളറുമായിട്ട് വലിയ വ്യത്യാസമില്ല കാണാൻ. ആ ഫ്രണ്ടിലുള്ള ഒരു വയലറ്റ് കളർ മാത്രമാണ് വ്യത്യാസം. നമ്മൾ അങ്ങനെ വന്ന് കെനിയ ടാൻസാനിയ ബോർഡറിലെത്തി. സാൻഡ് റിവർ ആണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറം ടാൻസാനിയാണ്. മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ റിവർ ക്രോസിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ വഴിയിലൊന്ന് വന്ന് നോക്കിയതാ. സോ ഇവിടെ മരത്തണലിൽ വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പ്ലാൻ. ഇതാണ് കേട്ടോ നമ്മുടെ സഫാരി വണ്ടി. ഇവിടെയുള്ള വഴി കൂടെയൊക്കെ പോകാൻ ഇങ്ങനത്തെ ലാൻഡ് ക്രൂയിസർ ആണ് നല്ലത്. ഇവിടെ ബോർഡർ എഴുതി വെച്ചിരിക്കുന്ന ഒരു ജെണ്ടയൊക്കെ ഉണ്ട്. കെനിയെന്ന് ടാൻസാനിയ പോകാൻ എത്ര എളുപ്പമാണെന്ന് നോക്ക്. പാസ്പോർട്ടൊന്നും ആവശ്യമില്ല. നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തു. ഇവരാണ് നമ്മുടെ കൂടെ ഈ പാക്കേജിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? ടോസ്റ്റഡ് ബ്രെഡും രാജ്മയും മുട്ട പുഴുങ്ങിയതൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഫുൾ ഡേ സഫാരി ആയതുകൊണ്ട് തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റിസോർട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ പുഴയുടെ സൈഡിൽ ഒരു സിംഹം കിടക്കുന്നു. ടാൻസാനിയയിലുള്ള സിംഹമാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. നമ്മുടെ സഫാരി ഏരിയയിലൊന്നും അങ്ങനെ അത്ര കണ്ട് പരിചയമില്ലാത്ര ഇവരെ. അതായത് ടാൻസാനിയയിലെ ശരംഗട്ടി നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് പുഴയുടെ അപ്പുറത്ത് കാണുന്ന സ്ഥലം. സോ ഒരു കെനിയൻ യാത്രയിൽ തന്നെ അഡീഷണൽ ആയിട്ട് ടാൻസാനിയയിലെ സിംഹത്തെയും കാണാൻ പറ്റി. ഇങ്ങേർക്ക് കാലിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
സിംഹം ആ കുറ്റിക്കാടിനകത്തേക്ക് കയറി പോയപ്പോൾ അപ്പുറത്തൊരു മരത്തിലൊരു മൂങ്ങയിരിക്കുന്നു. മിൽക്കി ഈഗിൾ ഔൾ അല്ലെങ്കിൽ ജയന്റ് ഈഗിൾ ഔൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മൂങ്ങയാണത്. അതുപോലെ ഇവരുടെ ആ ബോഡിയുടെ അതേ കളറുള്ള മരങ്ങളിലാണ് ഇവരിങ്ങനെ വന്നിരിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നമ്മൾ ആഫ്രിക്കൻ സവന്നയിലൂടെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. വഴിയിൽ കുറച്ച് സീബ്രയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. വീൽബീസിനെ പോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരാണ് ഈ സീബ്രകളും. ചിലപ്പോൾ 10-100 എണ്ണത്തിന്റെ കൂട്ടമായിട്ടൊക്കെ നടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇത് റെഡ് നെക്ഡ് ഫ്രാങ്കോളിൻ എന്ന സ്പർഫൗൾ ആണ്, നമ്മുടെ കാടയുടെ കിണത്തിൽപ്പെട്ടൊരു പക്ഷി. സാധാരണ പോകുന്ന പോലെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള പുൽമേടിലൂടെയൊക്കെ പോകുന്നതിന് പകരം കുറച്ച് ദൂരം ഒന്ന് മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് പോകാന്ന് വെച്ചു. ഇതൊക്കെ ആ പുഴയുടെ ഭാഗമാണ് കേട്ടോ. മഴക്കാലത്ത് വെള്ളം നല്ല ശക്തിയിൽ കുത്തി ഒലിച്ചിട്ടാണ് ഇവിടെ വരാറുള്ളതെന്ന് തോന്നുന്നു. ഇതേ കുറച്ച് ഇമ്പാല നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ റോഡ് സൈഡിൽ ജിറാഫ് നിൽക്കുന്നു. ഇവർക്ക് ഉയരമുള്ള മരങ്ങളുടെയും ചെടികളുടെയൊക്കെ ഇല മാത്രമല്ലേ തിന്നാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കാടുകളുടെയൊക്കെ ഇടയിലായിരിക്കും കൂടുതലും ജിറാഫിനെ കാണാൻ പറ്റുക. സഫാരി വണ്ടികളെ കണ്ട് അത്ര പരിചയമില്ലാത്തവരാണെന്ന് തോന്നുന്നു. മാറിപ്പോകുന്ന കണ്ടോ ജിറാഫ്. ഈ മസായിമാരയില് കാടുകളില് ഫുൾ പുൽമേടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പൊതുവേ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നല്ല കാടുകളും ഉണ്ട്. പക്ഷെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അനിമൽസിനെ സ്പോട്ട് ചെയ്യുന്ന പോലെ കാടിന്റെ ഉള്ളിലൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അഥവാ കണ്ടാലും ഫോട്ടോ എടുക്കാനും പറ്റാതെ കാടിനകത്തേക്ക് അനിമൽസ് പോകാനും സാധ്യതയുള്ളതുകൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലൂടെയാണ് കൂടുതലും നമ്മൾ പോകാറുള്ളത്. പിന്നെ ഇതുപോലെ ജിറാഫൊക്കെ ചിലപ്പോൾ കാടിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഇത് ടൗണി ഈഗിളാണ്. കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഉണങ്ങിയ സ്ഥലങ്ങളിലും പുൽമേടുകളിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ബൂട്ടഡ് ഈഗിൾ എന്ന ഈ പരുന്ത് ഇന്ത്യയിലും കാണാറുണ്ട്. രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും അങ്ങനെ ഉണങ്ങിയ കാലാവസ്ഥയുള്ള പല കാടുകളിലും ഇവരെ കാണാം. പക്ഷെ സൗത്ത് ഇന്ത്യൻ ഏരിയകളിൽ ഈ ടൗണി ഈഗിൾ ഇല്ല. ചെറിയ പക്ഷികളും പാമ്പും മുതൽ ഉടുമ്പിനെയും ചെറിയ കുറുനരികളെയും വരെ ഇവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. കാടിന്റെ ഇടയിൽ ഒരു ഇമ്പാല നിൽക്കുന്നു. ഒരു പ്രത്യേക ഫാമിലി സെറ്റപ്പൊക്കെ ഉള്ള ഒരു ടൈപ്പ് ആന്റലോപ്പാണ് കേട്ടോ ഇവര്. ഒരു 19 പെൺമാനുകൾക്ക് നേതാവായിട്ട് ആ കൂട്ടത്തിൽ ഒരൊറ്റ ആണിമ്പാല മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അങ്ങനെ പെൺമാനുകളുടെ കൂട്ടത്തെ സ്വന്തമാക്കാൻ പറ്റാത്ത ആണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആണുങ്ങളുടെ കൂട്ടമായിട്ടും ജീവിക്കാറുണ്ട്. ഇത് ബാറ്റ്ലിയർ ഈഗിളാണ്. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഈ കാക്കയുടെ ഒക്കെ പോലെ കറുപ്പുള്ള പരുന്തിനെ കാണുന്നത്. ആഫ്രിക്കൻ കാടുകളിൽ മാത്രമുള്ള വിഷപാമ്പുകളെ അടക്കം പ്രധാനമായിട്ടും പാമ്പുകളെ ഭക്ഷിക്കുന്ന ഈ പരുന്ത് വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള പക്ഷിയുടെ ഗണത്തിലാണ് പെടുന്നത്. ഇവിടെ 2 എണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഈ കാലും കൊക്കും ഒക്കെ റെഡ് കളറാണ്. അതാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രത്യേകത. അങ്ങനെ മാനുകളെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ദേവ് വരുന്ന ഒരു മാനിനെയും തൂക്കിയെടുത്തൊരു സിംഹം. എന്നാലും ഇത്ര ചെറിയൊരു മാനിനെ കിട്ടിയിട്ട് ഈ രാജാവിന് എന്താവാനാണെന്തോ. ഓംകലെ എന്നാണ് ഈ സിംഹത്തിന്റെ പേര്. ഇവിടുത്തെ അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ലയണൊന്നുമല്ല, ഒരു 4 വയസ്സോളം പ്രായമുള്ള വളർന്നു വരുന്ന ഒരു സിംഹമാണിത്. ഇതിന്റെ ആ കണ്ണിലെ തീക്ഷണത നോക്ക്. കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഫീമെയിലും ഉണ്ട്. സോ ഓംകാല മിക്കവാറും ആ പെൺസിംഹത്തിന്റെ അടുത്തേക്കായിരിക്കും നടന്നു വരുന്നത്. ഈ ഒമകലെ ലയണും ഈ ഫീമെയിലും കസ്കസ് എന്നൊരു പ്രൈഡിന്റെ ഭാഗമാണ്. ഈ മസായിമാരയിലെ അത്ര സ്ട്രോങ് ഒന്നും അല്ലാത്ത ഒരു ചെറിയ പ്രൈഡാണ് കസ്കസ്. ഈ മാൻപേടെ തൂക്കി വരുന്ന ഒമകലയും ബ്രോൺ എന്ന വേറൊരു മെയിൽ ലയണും ചേർന്നാണ് കസ്കസിനെ ഭരിക്കുന്നത്.
ഇതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ മേറ്റിംഗ് ടൈമിൽ അവർ നിൽക്കുന്ന ആ ഒരു പ്രൈഡിൽ നിന്ന് മാറി വേറെ സ്ഥലത്താണ് രണ്ടുപേരും ഉണ്ടാവുക. ഒരു 2-3 ദിവസത്തോളം അവർ ഒരുമിച്ചായിരിക്കും. അതുപോലെ മേറ്റിംഗ് സമയത്ത് ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. പക്ഷേ ഇപ്പൊ കണ്ടില്ലേ ഒരു മാനിനെ കൊന്നത്. സോ അനിമൽസിന്റെ കാര്യം പറയുമ്പോൾ ഏകദേശം ഇവരുടെ രീതി ഇങ്ങനെയാണ് എന്ന് പറയാന്നല്ലാതെ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. മനുഷ്യരിൽ തന്നെ പലരും പല സ്വഭാവം ആയതുപോലെ അനിമൽസും അങ്ങനെ തന്നെയാണ്. കാട്ടിലൊക്കെ സഫാരിക്ക് പോകുമ്പോൾ ക്യാമറ സൈലന്റ് മോഡിൽ ഇടണം എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. നമ്മൾ അനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, കൂടെ വീഡിയോ എടുക്കുന്നവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ പഴയ DSLR ക്യാമറകളിലൊന്നും സൈലന്റ് ഷട്ടർ ഫീച്ചർ ഉണ്ടാവില്ല. പുതിയ മിറർലെസ് ക്യാമറ ആണെങ്കിൽ മാത്രമാണ് സൈലന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സോണിയൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഓണും ഓഫും എല്ലാത്തിനും ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കൂട്ടം ജിറാഫ് നിൽക്കുന്നു. ഇങ്ങനെ വലിയ കൂട്ടം ജിറാഫിനെ ടവർ എന്നാണ് കേട്ടോ പറയാറ്. ഇവരുടെ ആ നോട്ടം കണ്ടോ, ഒരാളും പുല്ല് തിന്നുന്നതിലല്ല കോൺസെൻട്രേഷൻ, എല്ലാവരും പല ഭാഗത്തേക്ക് നോക്കി നടക്കുകയാണ്. കാഴ്ചശക്തിയുടെ കാര്യത്തിൽ ഇവരെ വെട്ടിക്കാൻ ലോകത്ത് വേറെ ജീവികൾ ഉണ്ടോയെന്ന് വരെ സംശയമാണ്. കാരണം 1 കിലോമീറ്റർ ദൂരത്തുള്ളത് വരെ കൃത്യമായിട്ട് ഇവർക്ക് കാണാൻ പറ്റും. ഒരു സിംഹം നടന്നു വരുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവരൊക്കെ നോക്കി നിന്നത്. ഈ പെൺസിംഹത്തിന് പക്ഷെ ഒറ്റയ്ക്ക് ജിറാഫിനെ വേട്ടയാടാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ജിറാഫിനെ മൈൻഡ് ചെയ്യാതെയാണ് പുള്ളിക്കാരി നടക്കുന്നത്. നമ്മുടെ ഈ യാത്ര ഓഗസ്റ്റിലായതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ സീസൺ ആണല്ലോ. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ മൈഗ്രേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുകയും ചെയ്തു. എന്നാലും ഇന്ന് സാൻഡ് റിവറിൽ റിവർ ക്രോസിങ്ങിന് ചാൻസ് ഉണ്ട് എന്ന് നമ്മുടെ ഗൈഡിന് കോൾ വന്നപ്പോൾ അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ സീബ്രകൾ പുഴ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. സാധാരണ വീൽ ബീസ്റ്റ് ചാടി അവരുടെ ഇടയിൽ കുറച്ച് സീബ്ര മാത്രമാണ് പോകാറുള്ളൂ. പക്ഷെ ഇപ്പൊ സീബ്ര ആണ് ആദ്യം ചാടിയത്. സീബ്രയുടെ സൗണ്ടാണ് കേട്ടോ ഈ കേൾക്കുന്നത്. കുറച്ച് സീബ്രകൾ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന വീൽ ബീസ്റ്റ് കൂട്ടമായിട്ട് ചാടി. പക്ഷെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ ആയിരക്കണക്കിനൊന്നുമില്ല, ഒരു മൊത്തം 10-500 എണ്ണം ഉണ്ടാവുമെന്ന് മാത്രം. ഇങ്ങനെ പാറയുള്ള സ്ഥലത്ത് ചാടി കഷ്ടപ്പെടാതെ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നോക്കി ചാടിയാൽ മതിയായിരുന്നല്ലോ. പുഴയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയ എത്രയും പെട്ടെന്ന് അപ്പുറം കിടക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക്. ലേറ്റ് ആവും തോറും മുതല പിടിക്കാനുള്ള സാധ്യത കൂടും. ഇത് കണ്ടോ, അവർക്ക് ആ പാറയെ കൂടെ ശരിക്കും പിടിച്ച് കയറാൻ പോലും പറ്റുന്നില്ല. ഈ മൈഗ്രേഷൻ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് സാധാരണ ഉണ്ടാവുക. അതും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഈ വർഷം ജൂലൈ അവസാനത്തോടു കൂടി മൈഗ്രേഷൻ തുടങ്ങി ഓഗസ്റ്റോട് കൂടി തീർന്നു. എന്നിട്ട് സെപ്റ്റംബർ ആദ്യം തന്നെ പോയവരൊക്കെ തിരിച്ചു വന്നു തുടങ്ങി. സെപ്റ്റംബർ പകുതിയോടെ മൈഗ്രേഷൻ കംപ്ലീറ്റ് അവസാനിച്ചു അത്രേ. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനം വരെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേഷൻ കാണാൻ പ്ലാൻ ചെയ്തു വരുമ്പോൾ എന്തായാലും കാണാം എന്നൊന്നും വിചാരിച്ച് വരരുത്. കണ്ടാ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ കൂടെ വരാനുള്ള പാക്കേജിനെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീൽ ബീച്ചിനൊക്കെ എന്തൊരു കഷ്ടപ്പാടാണല്ലേ കയറി പോകാൻ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പക്ഷെ ആ രാവിലെ കണ്ട ലുലൂക്ക എന്ന ലെപ്പേഡിന്റെ ബാക്കി കുറെ ആക്ഷൻസും സിംഹത്തിന്റെ ഹണ്ടും അങ്ങനെ കുറെ കാഴ്ചകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കൂടി ഈ സീസണിലെ മസായിമാര കാഴ്ചകൾ അവസാനിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.